ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. എന്നാൽ നമുക്കങ്ങ് ഇറങ്ങിയാലോ. ഇന്ന് ഞങ്ങൾ പോകുന്നത് സിറ്റിയിലേക്കാണ്. നമ്മുടെ തിരുവനന്തപുരം കാണാനായിട്ട് അങ്ങ് കാസർഗോഡ് നിന്ന് അമ്മയുടെ ചേച്ചിയും ഫാമിലിയും ഒക്കെ എത്തിയിട്ടുണ്ട്. നമുക്കും അവരുടെ കൂടെ ജോയിൻ ചെയ്യണം. അതിനു മുന്നേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് ഒരു പുതിയ ഹെൽമറ്റ് വാങ്ങണം. കുറേ ആയിട്ട് പറയാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നമുക്കതും കൂടി ഒന്ന് നോക്കാം. ഹെൽമറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഉടനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഹെൽമറ്റ് വേൾഡ്. ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡിൻ്റെയും ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും വലിയൊരു കിഡ്സ് ഹെൽമറ്റ് കളക്ഷൻ തന്നെയുണ്ട് ഇവിടെ. പല ഗ്രാഫിക്സിലും കളേഴ്സിലും ഒക്കെ ഹെൽമറ്റ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഹെൽമറ്റ് മാത്രമല്ല, ലെതർ ജാക്കറ്റ്സ്, റൈഡിങ് ജാക്കറ്റ്സ്, ഗ്ലൗസ്, അങ്ങനെ പല കളക്ഷൻസും ഉണ്ട്. ഇത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പ് കൂടിയാണ്. ഇവരുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് നന്ദൻകോട്, കരമന, കഴക്കൂട്ടം, കവടിയാർ ഇവിടെയൊക്കെയാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ നിൽക്കുന്നത് നന്ദൻകോടുള്ള ഷോപ്പിലാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു കാര്യമാണ് ഓപ്പൺ ഫേസ് ഹെൽമറ്റ്. ഇതിൻ്റെ പ്രീമിയം ക്വാളിറ്റി ഹെൽമറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ ആക്സറിൻ്റെ റെക്ടോജെറ്റ് ഹെൽമറ്റ്, ആക്സറിൻ്റെ തന്നെ റെക്ടോജെറ്റ് വേഴ്സ് മോഡൽ, ഇനി റോയൽ എൻഫീൽഡിൻ്റെ ജെറ്റ് ഹെൽമറ്റ്, ആക്സറിൻ്റെ റെക്ട്രോജെറ്റ് ലെതർ ഹെൽമറ്റ് തുടങ്ങിയ ഒരുപാട് വെറൈറ്റി ഹെൽമറ്റ്സും ഉണ്ട് ഇവിടെ. അതുപോലെ അണ്ടർ 3000 റേഞ്ചിന് വരുന്ന ഹെൽമറ്റ്സ്, സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്റോ, വെഗയുടെ റാപ്പിഡ്, സ്റ്റീൽ ബേർഡിൻ്റെ ഡ്രാക്കോ, ബ്രീസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഉണ്ട്. ഇനി റൈഡയുടെ വിൻഡാഗോ ജാക്കറ്റ്, അങ്ങനെ കുറേ ഉണ്ട് കളക്ഷൻസ്. റൈഡിങ് ബൂട്ട്സ്, ഹെൽമറ്റ് ക്ലീനർ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് നമ്മുടെ ഹെൽമറ്റ് വേൾഡിലുള്ളത്. ഫൈനലി ലക്ഷ്മിക്കുട്ടി ഹാപ്പിയായി അവളുടെ ഹെൽമറ്റും ചൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളും കാസർഗോഡ് ടീമിനൊപ്പം ജോയിൻ ചെയ്തു. കുട്ടികളൊക്കെ വളരെ ഹാപ്പിയാണ്. ലക്ഷ്മിക്കുട്ടിയും കാസർഗോഡ് കസിൻസിനെ കണ്ടപ്പോഴേക്കും പെട്ടെന്ന് അവരോടൊപ്പം ജോയിൻ ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, മ്യൂസിയം, പൂവാർ, ആറ്റുകാൽ ദേവി ടെമ്പിൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് ലുലു മോളിലേക്കാണ്. കുട്ടികൾക്ക് ഇഷ്ടവും അതാണല്ലോ, ലുലു എന്ന് കേൾക്കുമ്പോൾ. അപ്പോൾ ട്രിവാൻഡ്രത്തെ ലുലു കാണാനാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത്. അമ്മമ്മയുടെ കൈയും പിടിച്ച് നടക്കുകയാണ് ലക്ഷ്മിക്കുട്ടി. കൂടെ സോനുവും സോമുവും ദീപ്തിയേച്ചിയും ദീപേച്ചിയും ഒക്കെ ഉണ്ട്. കുറേ റൈഡ്സിലൊക്കെ കയറി നല്ലോണം എൻജോയ് ചെയ്തു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ലുലുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് കരമനയ്ക്കാണ്. കരമനയിൽ ദീപ്തേച്ചിയുടെ ഹസ്ബൻഡ് രതീഷ് ചേട്ടൻ്റെ സിസ്റ്റർ ഉണ്ട്. അപ്പോൾ നേരെ ഇനി അങ്ങോട്ടേക്ക്. ഇനി ഒരു
കേക്ക് കട്ടിംഗ് ഉണ്ട്. നമ്മുടെ ദീപേച്ചിയുടെയും ഏട്ടൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം നമുക്കതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. 7:30 മാവേലിക്ക് ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം. അതിനു മുന്നേ ഇന്നത്തെ കുറേ ഫോട്ടോസ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അങ്ങനെ കാസർഗോഡുകാരെ യാത്രയാക്കി ഞങ്ങൾ തിരിച്ച് നെടുമങ്ങാടേക്ക്. വരുന്ന വഴി ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് സിറ്റി ഫുൾ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് നൈറ്റ്.